അതൊക്കെയാണ്. ഇത് അടുത്ത കാലത്തുള്ളതാണോ? നമുക്ക് ഈ കേരളം പറന്ന് വീണതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തുണ്ടായതെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വാർത്ത ഉണ്ടാക്കുന്നത് സാമാന്യഗതിയിൽ മറ്റൊന്നും ആലോചിക്കാതെയാണോ? അതാണ് ഞാൻ മാധ്യമക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2006 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം, 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മർദ്ദനം, അതിൻ്റെ ചിത്രീകരണം എടുത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുമ്പോൾ ഇത് ഇപ്പോൾ നടന്നിരിക്കുന്നതാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത തോന്നിക്കത്തക്ക നിലയിൽ സൃഷ്ടിച്ച് ബോധപൂർവം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കളങ്കപ്പെടുത്താൻ ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇപ്പം നിങ്ങൾ ഓണം കഴിഞ്ഞു, ഓണത്തിൻ്റെ ഒരു മഹോത്സവമല്ലേ കേരളം മുഴുവൻ. എന്തിനാ ആ മഹോത്സവം കളങ്കപ്പെടുത്തുന്നത്? ജനങ്ങൾ എത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഓണാഘോഷ പരിപാടികൾ സജീവമാക്കിയത്. കേരളം മുഴുവൻ ഉത്സവമായിരുന്നില്ലേ? അതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം ഒരു പ്രധാന ഘടകമല്ലേ? തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക്, അതുപോലെ തന്നെ പെൻഷൻകാർക്ക് എല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്ത് കേരളം മുഴുവൻ ഒരു സജീവമായ ഓണാഘോഷ പരിപാടികൾക്ക് പശ്ചാത്തലമൊരുക്കിയില്ലേ? ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചില്ലേ? ഇങ്ങനെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ജനക്ഷേമകരമായ സന്തോഷകരമായ കാര്യങ്ങളെ കളങ്കപ്പെടുത്താൻ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണിത്. ഇതെല്ലാം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അത് തെറ്റായിട്ടുള്ള ധാരണകൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് തന്നെ അതൊരു തിരിച്ചടിയായി വരും എന്നവർ കണക്കാക്കണം. ഇപ്പോൾ അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു വിഷയമല്ലേ വയനാട്ടിലേത്? നിങ്ങൾ ആരെങ്കിലും മാധ്യമക്കാരതെടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വ്യാജമായിട്ട് ചാരായവും മയക്കുമരുന്നും കൊണ്ട് വീട്ടിൽ വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് കേസിൽപ്പെടുത്തി. അതൊരു വാർത്തയാകുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കൂ. ഈ ഗവൺമെൻറ് കുന്നംകുളത്തെ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കേസിൽപ്പെട്ടിരിക്കുന്ന 4 ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിച്ചില്ലേ? ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസ് സേനയിൽ തെറ്റായിട്ടുള്ള നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ 116 പോലീസ് ഓഫീസർമാരെ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കിയ ഗവൺമെൻറ്റാണിത്. അതെ, അനുഭവങ്ങളോ കാര്യങ്ങളിലെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നാലല്ലേ ഗവൺമെൻറ്റിന് പരിശോധിക്കാൻ സാധിക്കുക. ഇനി 20 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴെന്താ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുക?